അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് 50 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേണി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറ്റത്ത് നിന്നിട്ടാണ് വീഡിയോ തുടങ്ങുന്നത്. കാരണം ഇന്ന് സൺഡേ ആണ്, അപ്പോൾ കുറച്ച് ഫ്രീ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം മുറ്റത്തൂടെ നടക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നടത്താൻ തുടങ്ങാം അല്ലേ. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക, നമ്മുടെ ഓർഗൻസിനെയൊക്കെ ഒന്ന് ഉണർത്തുക. പിന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് വേറെ തിരക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ ഇതിനൊക്കെ ടൈം കിട്ടിയത്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ തന്നെ വർക്കൗട്ടും ഒക്കെ കഴിക്കുന്നത്. കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ഇല്ല, നടത്തുന്നതിനേ ഉള്ളൂ. കുറച്ചധികം നേരം നടക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ രാവിലെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചതാണ്. ഇനി അത് ഇവിടെ വെക്കാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. ടയർഡായി. ഡെയിലി ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടൈമൊക്കെ കൂട്ടി കൊണ്ടുവരാം. കാരണം പിന്നെ നമുക്ക് വൈക്കും. ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടത്തൊക്കെ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ക്ഷീണമാണ്. ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയി ജിമ്മിലൊക്കെ ആകുമ്പോൾ ആദ്യം ഒരു 10 റൗണ്ട് ഓടുന്നത്, പിന്നെ നമ്മൾ 30 റൗണ്ടൊക്കെ ഓടും, 40 റൗണ്ട് ഓടും. അങ്ങനെയൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്യും. അത് നമുക്ക് പിന്നെ അങ്ങനെ ചെയ്ത് അതിനോട് യൂസ്ഡ് ആവും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതാ ഇന്ന് ഓവർനൈറ്റ് ഓട്സ് ആണ് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെ നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കുകയാണ്. കാരണം നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റോൾഡ് ഓട്സ് എടുക്കുന്നുണ്ട്. ഡയറ്റിന് എപ്പോഴും നല്ലത് റോൾഡ് ഓട്സ് ആണ്. ഞാനിതാ റോൾഡ് ഓട്സ് അത്യാവശ്യമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയാൽ കഴിക്കാൻ വേറെ ആൾ ഇവിടെ ഉണ്ട്. ഇത് ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചിയ സീഡ്, പംകിൻ സീഡ്, പിന്നെ അതുപോലെ സൺഫ്ലവർ സീഡ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, ബട്ട് ഒരുപാട് കാലമായതുകൊണ്ട് അതെല്ലാം കേട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് ഫ്ലാക്സ് സീഡ് മാത്രമുള്ളൂ നല്ലതായിട്ടുള്ളത്. ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതി. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികമായി പോയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല. ഇനി എനിക്കിതിൽ ഇടാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നത് ഇതാ കുറച്ച് നട്ട്സും പിന്നെ അതുപോലെ കുറച്ച് ഡേറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആപ്പിളൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയാവും. നമുക്ക് അത് വേറെ പ്രശ്നം ചെയ്യാം. എൻ്റെ കയ്യിൽ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതും നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് പ്ലസ് ഹണി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഹണീൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇടാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ ഹണി ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. വേണ്ട, ഡേറ്റ്സ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഞാൻ ഇവിടെ ഒരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ 5 ഡേറ്റ്സും ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു പീസാക്കിയിടുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് കടിക്കാൻ കിട്ടും. അപ്പം ഓരോ ബൈറ്റിലും നമുക്ക് ഇങ്ങനെ മധുരമുള്ളതുപോലെ ഫീൽ ചെയ്യും. ഇതിൽ 2-3 ടൈപ്പ് ഈത്തപ്പഴമുണ്ട്. അതാണ് രണ്ടും വേറെ കളറായിട്ടുള്ളത്. ഡേറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങും. ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാണികളൊക്കെ ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. വാങ്ങുമ്പോൾ എപ്പോഴും ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. ഇനി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ പാലാണ്. എൻ്റെ കയ്യിൽ യോഗട്ട് ഇല്ല. അപ്പം ഞാനിപ്പോൾ പുറത്ത് പോയിട്ടോ.
നല്ലപോലെ സോക്ക് ചെയ്യണ പോലെ പാല് മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം. യോഗേർട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതാ ഞാൻ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ചോദിച്ചാൽ നാളെ നോക്കാം. കാരണം എനിക്കെപ്പോഴും യോഗേർട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴാണ് അത് നല്ല ഇഷ്ടമാവുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യാം. നമ്മൾ വേറെ സെപ്പറേറ്റ് ചായ അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പാൽ വേണമെങ്കിൽ ഇത്ര കഴിക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാനൊരു ഹാഫ് പാക്ക് പാല് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓവനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുഞ്ഞു പഴങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഓവനായിട്ട് ഓട്സിൻ്റെ മേലെ ഇന്ന് കുറച്ച് കുഞ്ഞു പഴങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. ഇതന്നെ നല്ലപോലെ പാലിലൊക്കെ സോക്കായിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാനിത് ഇരുന്നിട്ട് കഴിക്കട്ടെ. അങ്ങനെ ഓൾമോസ്റ്റ് ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് സൺഡേ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നോർമൽ റൈസ് തന്നെയാണ്. അപ്പോൾ ഞാനതിൽ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. കാരണം മട്ട റൈസിൽ കുറച്ചധികം ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാവുകൊണ്ട് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഫുള്ളായി, പിന്നെ അതുപോലെ കുറേ നേരം ഫില്ലിംഗ് ആയിട്ട് ഇരുത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഒരുമിച്ചിൻ്റെ ലഞ്ച് പ്ലേറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഭയങ്കര ലഞ്ച് കഴിക്കാമല്ലേ ഇങ്ങനെ കാത്തിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. പക്ഷേ ഈ വീഡിയോ നമുക്ക് എന്നാ കിട്ടുകയെന്ന് എനിക്കറിയില്ല. കാരണം നാളെ മറ്റന്നാൾ ചെറിയ 1-2 തിരക്കുണ്ടാവുകൊണ്ട് തന്നെ ചിലപ്പം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വീഡിയോ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. മട്ട റൈസിൽ നോർമലി വൈറ്റ് റൈസിനെക്കാട്ടിലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരുപാട് ടൈം ഫുള്ളായിട്ട് ഫില്ലിങ് ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് കുറേ നേരം വിശപ്പില്ലാതൊക്കെ ഇരിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മട്ട റൈസാണ്. എനിക്കിഷ്ടമാണ് മട്ട റൈസ് ഇട്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കിന്ന് ഒരുമിച്ചിൻ്റെ ലഞ്ച് പ്ലേറ്റിംഗ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ കുറേ വെള്ളമൊക്കെ കുടിച്ചത്? ഞാനിന്ന് അത്യാവശ്യം നന്നായി വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ സ്ട്രോബെറി കുറച്ച് അതിൽ തന്നെ 2 കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഇത്രയും നേരം ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ലഞ്ച് എന്താ നോക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇന്ന് ഭയങ്കര സന്തോഷം ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ എടുത്തത്. ഫസ്റ്റ് തന്നെ ചോറ്, ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പയർ തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പയറുപ്പേരി, പയറ് മെഴുക്ക് പുരട്ടി, എന്താ പറയുക, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ വെള്ളരിക്ക കറിയാണ്. വെള്ളരിക്ക മോരൊക്കെ ഒഴിച്ച് കറി വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കറി വല്ലാതെ കഴിക്കുന്ന ആളല്ല. നെക്സ്റ്റ് കൂനാണ് കേട്ടോ, കൂന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കഴിക്കണം. ഇന്ന് സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സ്പെഷ്യൽ. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ചോറും കറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പയറുപ്പേരി, തേങ്ങ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ടിട്ടില്ല, ചീനമുളകൊക്കെ ഇട്ടിട്ടില്ല ചമ്മന്തി. പിന്നെ ഇതാ കൂന്. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ കുഴക്കുക. കടിക്കണ സൗണ്ട് കൂനാണ്. കൂനിങ്ങനെ ഒരു കടകട സൗണ്ട് ഉണ്ടാവുമല്ലോ,
കൂനിൻ്റെ റെസിപ്പി വേണ്ടൊരു കമൻറ്റ് ചെയ്തോളി. റെസിപ്പി ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡയറ്റിലാണ്. നോർമലി കഴിക്കണ ചോറല്ല ഞാൻ എടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയാണ്. പക്ഷെ എല്ലാം കൂട്ടി ഞാൻ കഴിക്കണോണ്ട് തന്നെ എനിക്ക് ക്രേവിങ്സ് ഉണ്ടാവില്ല. എല്ലാവരും കഴിക്കുന്ന ഫുഡ് തന്നെ ഞാൻ കഴിക്കണ്ടേ, ഞാൻ അങ്ങനെ നോക്കിയിരിക്കണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, പക്ഷെ ഓവർ ഓയിൽ, ഇപ്പോൾ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ ഓവർ ഓയിലൊക്കെ ഇതാക്കിയിട്ട് തൂമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. മിനിമം ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കുറച്ച് യൂസ് ചെയ്യുക. പിന്നെ കൂടുതലാണെങ്കിലും കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. തേങ്ങ അധികം മിനിമൈസ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ലഞ്ച് കഴിക്കും. ഇനി നമുക്ക് ഈവനിങ് ടൈമിൽ വേണം. എന്തായാലും ലഞ്ചിൻ്റെ ശേഷം കുറച്ച് നേരം നടക്കണം, നടക്കാതെ കിടക്കരുത്. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് വലിയ വിശപ്പൊന്നുമില്ല, കാരണം ഉച്ചയ്ക്ക് നല്ലപോലെ ഫുഡ് കഴിച്ചുകൊണ്ട് ഈവനിങ് വിശക്കണമെന്ന്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേര് അറിയണത് കമൻറ്റ് ചെയ്യാം. എന്തോ ലോങ് പാൻ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈവനിങ് കഴിക്കാൻ പോണത്. ഇത് ഒരു റംബുട്ടാൻ ടൈപ്പ് തന്നെയാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതാ ഉള്ളിൽ കണ്ടോ, ഈ ഒരു ടൈപ്പ് ഉള്ളിൽ സീഡും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് മീലാണ്. ബട്ട് ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര എന്താ പറയുക തിരക്കായിരുന്നു. കുറേ ഡ്രസ്സിൻ്റെ ഷൂട്ടൊക്കെ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ്. ഇത് വന്നിട്ട് ബ്രൗൺ ബ്രെഡും പിന്നെ സാമ്പാറുമാണ്. സാമ്പാർ കുറച്ച് ഒലിവ് ഓയിലിൽ കടുകിട്ടെടുത്തതാണ്. അപ്പോൾ എനിക്ക് കടുകിടൽ നിർബന്ധമൊന്നുമില്ല, ബട്ട് ഒരു ടേസ്റ്റിന് പറഞ്ഞു അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അതാണ് ഇന്നത്തെ ലാസ്റ്റ് മീൽ. അപ്പോൾ ഇന്ന് നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ വർക്കൗട്ട് ഇന്ന് ചെയ്തിട്ടില്ല. ഇന്ന് സൺഡേ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ലൈന് കുറച്ച് അധികം കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറച്ച് ഡ്രസ്സിൻ്റെ ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫുഡ് കഴിച്ചിട്ട് എപ്പോഴും 10 മിനിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതെങ്കിലും ചെയ്യാം. ഇപ്പോൾ എനിക്ക് ടൈമില്ലാതെ നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. സ്കിപ്പിങ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് സ്കിപ്പിങ് അല്ലെങ്കിൽ 100 ടൈംസ് സ്കിപ്പിങ് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ വയ്ക്കില്ലെങ്കിൽ നിർത്തി ചെയ്യുക. ഒരു 100 ആവണ വരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൗണ്ട് കൂട്ടി കൊണ്ടുവരിക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയർ ഇറങ്ങി കയറുക, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എക്യുപ്മെൻറ്റ്സ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സെക്കൻഡ് ഡേ ഓഫ് 50 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേർണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളെ തടി കുറയാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, നൈറ്റൊക്കെ. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്, കറക്റ്റ് ഒരു വെയിറ്റ് ലോസ് ജേർണി എല്ലാവർക്കും കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. കറക്റ്റ് ഇത്ര മെഷർമെൻറ്റ്സ് അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊന്നുമല്ല. എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണിയാണ്. കാരണം അതേ നടക്കുകയുള്ളൂ. കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഇന്നൊക്കെ പോലെയുള്ളവർക്ക്, ചിലവർക്ക് മറ്റേതൊക്കെ നടക്കുമായിരിക്കും. കാരണം നമ്മൾ ഫാമിലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഫുഡും ആ ഒരു ഫുഡ് തന്നെ കഴിക്കണം എന്നുള്ള നിർബന്ധമല്ല. വേറെ നമുക്കായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കണേക്കാൾ നല്ല ഒരു നേരമൊക്കെ ഓക്കെയാണ്. മറ്റേത് നമ്മൾ അതിനായിട്ട് കുറേ ടൈം ആൻഡ് എഫേർട്ട് നമ്മളതിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തടിയുള്ള ടൈമിലൊക്കെ. ഇപ്പോൾ മെല്ലെ കുറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി, നമുക്ക് ശരിയാക്കാം. പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മൈക്ക് പോലും വെച്ചിട്ടില്ല. അപ്പോൾ സൗണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളി. കാരണം ഒന്നല്ല, മൈക്ക് എടുക്കാനുള്ള മടി കൊണ്ടാണ്, ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ടൈം ലേറ്റ് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ നാളെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.